ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടോളിവുഡ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പൻ ലൈ വാസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് സ്പാർക്ക് സോങ്, മൈ ഒപ്പീനിയൻ. സ്പാർക്ക് സോങ്ങിനെ കുറിച്ച് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ദളപതി വിജയുടെ ഏറ്റവും പുതിയ ചിത്രമാണ് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം, ഗോട്ട് എന്നത്. അപ്പോൾ ഗോട്ടിലെ പുതിയ ഗാനം, ലിറിക്കൽ സോങ് പുറത്തുവിട്ടു. അപ്പോൾ ആ സോങ് ഞാൻ കാണുമ്പോൾ 3.7 മില്യൺ വ്യൂസും കടന്ന് മ്യൂസിക് ട്രെൻഡിങ്ങിൽ നമ്പർ 1 പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സോങ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സോങ് കണ്ടപ്പോൾ ഒരു നല്ലൊരു സോങ് കണ്ടപ്പോൾ സത്യം പറയാൻ വളരെ നിരാശയായിട്ടാണ് തോന്നിയത്. കാരണം വിജയുടെ ഒരു പാട്ടെന്ന് പറയുമ്പോൾ നമ്മളത്ര എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു ഇതാണ് വിജയുടെ പാട്ട്, വിജയുടെ ഡാൻസ് മൂവ്മെൻറ്റ്സ്, കാര്യങ്ങളൊക്കെ. പക്ഷേ ഇത് വളരെയധികം നിരാശപ്പെടുത്തിയെന്ന് പറയാം. കാരണം യുവൻ ശങ്കർ രാജയുടെ ആ ഒരു പഴയ ആ ഫോം അങ്ങ് തീർന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു സമയത്ത് തമിഴ് ഫിലിം ഇൻഡസ്ട്രിയെ പിടിച്ചു കുലുക്കിയ ഒരു മ്യൂസിക് ഡയറക്ടറായിരുന്നു യുവൻ ശങ്കർ രാജ. അദ്ദേഹത്തിന് മങ്കാത്ത BGM ഒക്കെ ഐക്കോണിക്ക്, അങ്ങനെ ഒരുപാട് BGM, ഒരുപാട് പാട്ടുകളും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മ്യൂസിക് ഡയറക്ടറിൽ നിന്നും വിജയെപ്പോലൊരു നായകനെ വെച്ച് ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചില്ല എന്ന് തന്നെ പറയാം. കാരണം വളരെയധികം നിരാശപ്പെടുത്തി പാട്ടും, പിന്നെ അദ്ദേഹത്തിൻ്റെ ലുക്സും കാര്യങ്ങളൊക്കെ വളരെയധികം നിരാശപ്പെടുത്തി. വിജയുടെ ഡി-ഏജിങ് ലുക്കാണെന്നും പറഞ്ഞുകൊണ്ട് എന്താ ചെയ്തു വെച്ചിരിക്കുന്നതെന്നറിയില്ല. എന്നാൽ അത്രയധികം നിരാശപ്പെടുത്തി. കാരണം വിജയ്ക്ക് ഡി-ഏജിങ്ങിൻ്റെ ആവശ്യമില്ല. അദ്ദേഹം ഓൾറെഡി ഒരു ക്ലീൻ ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലുക്കിലേക്ക് വരാനുള്ളൊരു ബോഡി സ്ട്രക്ചറാണ് അദ്ദേഹത്തിനുള്ളത്. പക്ഷേ എന്തോ വെങ്കിട് പ്രഭു സംവിധായകൻ അദ്ദേഹത്തെ ഡി-ഏജിങ് ആണെന്നും പറഞ്ഞ് വലിയ എന്തോ ആ ലുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു സഹിഷ്ണുത തോന്നുകയാണ്, നമുക്ക് തന്നെ ഒരു ഇത് തോന്നുകയാണ്. ആ രീതിയിലേക്കാണ് ആ ലുക്കും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടപ്പോൾ തോന്നിയത്. എന്തുകൊണ്ടാണെന്നറിയില്ല, ഓരോ അപ്ഡേറ്റുകൾ പുറത്തു വരുന്നതോറും ചിത്രത്തിന് മേലുള്ള ഹൈപ്പും ചിത്രത്തിന് മേലുള്ള എക്സ്പെക്റ്റേഷൻ കുറഞ്ഞു വരികയാണ്. ഇവർ മനഃപൂർവ്വം ചെയ്യുന്നതാണോ, ഹൈപ്പ് വരാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ എന്തു പറഞ്ഞാലും വിജയ് ചിത്രം എന്ന് പറയുമ്പോൾ ആ ഒരു ലെവല്, അല്ലെങ്കിൽ ഇത്രയധികം ഫാൻ ഫോളോവിങ് ഉള്ള ഒരു ആക്ടർ, ആ ഒരു ലെവലിലുള്ളൊരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും പ്രതീക്ഷിക്കുക. പക്ഷേ ആ രീതിയിലേക്കുള്ളൊരു കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അറ്റ്ലീസ്റ്റ് വിജയ് ചിത്രങ്ങൾ വെച്ച് നോക്കുമ്പോൾ എത്ര മോശം ചിത്രമാണെങ്കിൽ പോലും പാട്ടുകൾ വളരെയധികം സൂപ്പറായിരിക്കും. പക്ഷേ ഈ ഒരു ചിത്രത്തിൽ എന്താണെന്നറിയില്ല, പാട്ടുകൾ ആദ്യം തൊട്ടുള്ള പാട്ടുകൾ തന്നെ ആർക്കും അധികം ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള പാട്ടുകളൊക്കെയാണ്. ഇതിൻ്റെ ലിറിക്സ് എഴുതിയിരിക്കുന്നത് വെങ്കിട് പ്രഭുവിൻ്റെ ഫാദർ ഗംഗേമരനാണ് ലിറിക്സ് എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത് സംഗീത സംവിധായകൻ കൂടിയായ യുവശങ്കർ രാജയാണ്. യുവശങ്കർ രാജയും പുരുഷ ബാലുവും ചേർന്നാണ് ഇതിലെ പാട്ട് പാടിയിരിക്കുന്നത്. ഇതിന് ഡാൻസ് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് രാജീവ് സുന്ദരമാണ്. പക്ഷേ എന്തോ ഈ പാട്ട് കണ്ടപ്പോൾ വിജയും മീനാക്ഷി ചൗധരിയുമാണ് ഈ ഗാനത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. നമുക്കത്ര ഇതായിട്ട് തോന്നിയില്ല. വളരെയധികം നിരാശപ്പെടുത്തി. വിജയ് അണ്ണനിൽ നിന്നും ഇങ്ങനെ ഒരു ഇതൊന്നും നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചില്ല. ഡൈഹാർഡ് ഫാൻസിനെ പോലും നിരാശപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു പാട്ടും ലുക്സും കാര്യങ്ങളും ഡാൻസും ഒക്കെയാണ് അണിയറപ്രവർത്തകർ പുറത്തു വിട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്നറിയില്ല, ഓരോ അപ്ഡേറ്റുകൾ വരുന്തോറും എക്സ്പെക്റ്റേഷൻ കുറയുന്നു, ഹൈപ്പ് കുറയുന്നു, ചിത്രത്തിന് മേലുള്ള പ്രതീക്ഷകൾ വല്ലാതെ കുറയുകയാണ്. കാരണം അടുത്ത മാസം ചിത്രം തിയേറ്ററിലേക്ക് എത്താൻ പോവുകയാണ്. പക്ഷേ ചിത്രം റിലീസ് ഡേറ്റ് അടുക്കും തോറും എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നറിയില്ല. നല്ല നല്ല അപ്ഡേറ്റുകൾ പുറത്തു വിടണം, നല്ല നല്ല കാര്യങ്ങളും സിനിമയിൽ പുറത്തു വിട്ടാലേ ആ ഒരു എക്സ്പെക്റ്റേഷൻ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുള്ളൂ. ഫാൻസ് ആണെങ്കിലും ജനറൽ ഓഡിയൻസ് ആണെങ്കിലും. എന്താണെന്നറിയില്ല, വിജയ് ചിത്രം എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയധികം എക്സ്പെക്റ്റ് ചെയ്യും. ആ രീതിയിലേക്കൊന്നും വന്നില്ല എന്ന് തന്നെയാണ്. ആദ്യം ഫസ്റ്റ് സിംഗിൾ പുറത്ത് വിട്ടപ്പോൾ തൊട്ട് തന്നെ ഒരു മിക്സർ റിവ്യൂ ആയിരുന്നു. ഇത് വല്ലാതെ അങ്ങ് താഴെ പോയി എന്നാണ് എനിക്ക് ഈ പാട്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. കാരണം അനിരുദ്ധൊക്കെ വിജയെ വെച്ച് അമ്മാതിരി ഐറ്റംസൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ യുവൻ ശങ്കർ രാജ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഹീറോയെ കൈ കിട്ടിയിട്ട് എന്തുകൊണ്ട് വേണ്ടത്ര എഫോർട്ട് എടുത്തില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. കുറച്ചുകൂടി ഹാർഡ് വർക്ക് ചെയ്യണമായിരുന്നു. കാരണം നല്ലൊരു വിലപിടിപ്പുള്ളൊരു ഹീറോയാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. വിജയണ്ണനായിട്ട് അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ പീക്ക് ലെവലിൽ കൂടെ പോകുന്ന സമയത്ത് ഇത്തരമതൊന്നും ആളുകളൊന്നും അദ്ദേഹത്തിൽ നിന്നും പ്രതീക്ഷിക്കില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തുകൊണ്ടാണെങ്കിലും വളരെയധികം നിരാശപ്പെടുത്തി പാട്ട് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിലെ ഈ സ്പാർക്ക് സോങ് എന്ന കാര്യത്തിൽ. അതാണ്, യാതൊരു സംശയവുമില്ല. സോഷ്യൽ മീഡിയയിലെ പല ഒപ്പീനിയനുകളും നമ്മൾ കണ്ടു. ആർക്കും അധികം ഇഷ്ടപ്പെട്ടില്ല. അത് തന്നെയല്ല, വ്യൂസും വളരെ കുറവാണ്. കാരണം വിജയുടെ ഒരു പാട്ടെന്ന് പറയുമ്പോൾ മിനിറ്റുകൾ കൊണ്ട് മില്യൺസ് വ്യൂസ് അങ്ങ് പോകുന്ന ഒരു ഇതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇതും ആ കാര്യത്തിലും വ്യൂസും വളരെയധികം കുറവാണ്, ലൈക്സും കുറവാണ്. എല്ലാം കൊണ്ടും വളരെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ പാട്ട് എന്ന് പറയാം. തുടരെയുള്ള അപ്ഡേറ്റുകളും പതിയെ ചിത്രത്തിന് ഹൈപ്പ് കുറച്ചുകൊണ്ടിരിക്കുകയാണ്.
ഏതായാലും സെപ്റ്റംബർ 5-നാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുക. നമുക്ക് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.